ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ വർഷത്തിൻ്റെ അവസാന ദിവസം, ഒരാഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസം. വിശുദ്ധ പത്രോസ് രണ്ടാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു. ജനുവരി 1 ഒത്തിരി തീരുമാനങ്ങളൊക്കെ എടുത്തു. പക്ഷെങ്കിൽ അത് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഈ 31 ദിവസം കഴിയുമ്പോഴും പരാജയപ്പെടുക. അപ്പോൾ അതിന് അടിമയാകരുത്. കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു അനുഗ്രഹം തന്നെ. എന്നാൽ ഫെബ്രുവരി 1 മുതൽ നാളെ ഒരു ദിവസം ദൈവം അനുഗ്രഹമാക്കി തരുന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിലേക്ക് മടങ്ങി വരാൻ സാധിക്കണം. നിങ്ങൾ ഏത് തീരുമാനം എടുത്തോ ആ തീരുമാനത്തിൽ ഉറച്ച് മുൻപോട്ട് പോകുവാൻ, നിങ്ങൾക്ക് പിശാചിൻ്റെ അടിമയായി അടിമത്വത്തിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ കഴിഞ്ഞ ഒരു മാസക്കാലം അത്ഭുതകരമായി കാത്തു സൂക്ഷിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. തീരുമാനങ്ങളെടുത്തവർ ഏതിലെങ്കിലും അടിമപ്പെട്ടു പോയെങ്കിൽ അതിൽ നിന്ന് വീണ്ടെടുത്ത് കർത്താവെ അതിൽ നിന്ന് വ്യതിരിക്കുവാൻ സഹായിക്കണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലിമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകളും കോളേജുകളും ഓർഫനേജും ജയിലുകളിലും കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമം ചെയ്ത് നയിക്കുന്നവർ, അധ്യാപകർ, പ്രഥമ അധ്യാപകർ, കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു മാസക്കാലം കർത്താവ് നടത്തിയ എല്ലാ കൃപകൾക്കായി സ്തോത്രം. എല്ലാ അടിമത്തത്തിന് വേണ്ടി അടിമത്തത്തിൽ നിന്ന് അടിമത്തിൻ്റെ നുഖത്തിൻ്റെ കയറുകളെ അറുത്തുകൊണ്ട് പുതുജീവൻ പ്രാപിച്ച് പുതുശക്തി പ്രാപിച്ച് മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ.